വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന കുറച്ചധികം ജനറൽ കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ വർക്കിങ്സിലോട്ടൊന്നും പോകുന്നില്ല. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? എനിക്ക് മനസ്സിലായിടത്തോളം ജേർണൽ എൻട്രീസ് നമ്മൾ അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഒരു കൊമേഴ്സ് അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കമ്പനിക്കകത്തെ ക്യാഷിൻ്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ അതിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കറിയില്ല എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ് ഓരോ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ ഇതിനെ എത്രത്തോളം സിമ്പിളാക്കി കൊമേഴ്സ് അല്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാക്കി തരാൻ പറ്റും അത്രത്തോളം സിമ്പിളാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനും അപ്പുറം എന്താണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതാണ് കമ്പനിയുടെ യഥാർത്ഥ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, എത്രയാണ് പ്രോഫിറ്റ്, അതിലൊരു പക്ഷേ കോടികളുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ മില്യൺസിൻ്റെയൊക്കെ പ്രോഫിറ്റ് കാണും. ഈ പ്രോഫിറ്റ് ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന പണമല്ല. അതിനകത്ത് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻസുകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാഷ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും ജോലി ചെയ്യുന്നതും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നമ്മൾ ആലോചിക്കുന്നത് പൈസ എന്തോരം വരുന്നുണ്ട്, എന്തോരം പൈസ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ? ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് ഒരു കമ്പനിക്ക് ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസ് സംഭവിക്കുന്നത്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നു, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ. 1 സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, 3 ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് വഴി എത്ര രൂപയാണ് ഓരോ ദിവസവും നമ്മുടെ കയ്യിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി എത്ര രൂപയാണ് പുറത്തോട്ട് പോകുന്നത്. ഇതിന് ഉദാഹരണം, നമുക്കിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നു, അതിന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഇനി ആ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരു പക്ഷേ നമുക്ക് ചില എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടാകും, റെൻറ്റ് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ വരുന്ന ക്യാഷ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കാണിക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വഴി വരുന്ന അല്ലെങ്കിൽ പോകുന്ന ക്യാഷ്. രണ്ടാമത്തെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓരോ കമ്പനികൾക്കും ഈ പറയുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും മറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയറുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുവഴി പൈസ എത്രയാണ് അങ്ങോട്ട് പോകുന്നത്, അതിൽ നിന്നും എത്രയാണ് റിട്ടേൺ ആയിട്ട് ഡിവിഡൻഡ് ആയിട്ടോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പൈസ തിരിച്ച് കിട്ടുന്നത്, ഇതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഹെവി വരുന്ന ഫിക്സഡ് അസറ്റുകളിലേക്ക് എത്ര രൂപ പോകുന്നുണ്ട്, അതിൽ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അത് നമ്മൾ P&L അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് അസറ്റിലേക്ക് അങ്ങോട്ട് എത്ര പോയി ഇങ്ങോട്ട് എത്ര വരുന്നുണ്ട് എന്നറിയണം എന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി അടുത്തൊരു കാര്യമാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ കമ്പനിക്കും ഒരു ക്യാപിറ്റൽ ബേസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പുതിയ മൂലധനം കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് പണമായിട്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡെറ്റ് റീപേ ചെയ്യുകയാണ്, പണമായിട്ട് തിരിച്ചടക്കുകയാണ് ക്രെഡിറ്റേഴ്സിനുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന റിട്ടേൺ ഓൺ ക്യാപിറ്റലാണ്, തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയോ ഒന്നുമല്ല, നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കുന്ന കുറച്ചധികം ക്യാഷ് കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഒരു സെഗ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ 3 രീതികളിലാണ് ക്യാഷിൻ്റെ വരവും പോക്കും ഒക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ കുറച്ചധികം ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് നമുക്കതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നതിലുപരിയായിട്ട് ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബെനിഫിഷ്യൽ ആകുന്നത്. 1, പോസിറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ഒരു പോസിറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ആണ് കാണിക്കുന്നതെങ്കിൽ, ലാഭകരമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ കോർ ബിസിനസ് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്.
നമുക്ക് ഇങ്ങോട്ടുള്ള പണത്തിൻ്റെ വരവാണ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ലോൺ എടുക്കണം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം എന്ന് വിചാരിച്ച് നമ്മളൊരു സ്ഥാപനത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. കാരണം കമ്പനിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനിൽ കാണിക്കുന്നതെങ്കിൽ, അതായത് പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് ഡെവലപ്പ് ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കമ്പനിക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഒരു പോസിറ്റീവ് ഫിഗർ ആണ് കാണിക്കുന്നതിൽ അതിനർത്ഥം കമ്പനി അവരുടെ റിട്ടേൺ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആരുടെ? ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേൺസ് പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വഴിയിൽ ഷെയർ ക്യാപിറ്റലൊക്കെ ആയിട്ട് കമ്പനിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോഴും കാണിക്കുന്നത് കമ്പനിക്ക് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വളർച്ചാ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റിനെയാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു അസിസ്റ്റൻസ് കിട്ടാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. സോ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീറ്റായിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന ഫിഗർ നെഗറ്റീവും ആകാറുണ്ട്. അതിനർത്ഥം നമ്മുടെ ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലുമാണെന്നാണ്. പക്ഷേ കാലക്രമേണ അതിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ട് ഒരു ലേമാൻസ് പെർസ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ വർക്കിങ്ങിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രി കൊമേഴ്സിൻ്റെ മറ്റൊരു അക്കാഡമിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്